How are you? All are fine? Do you remember what we have learned in our last class? Yes, we have learned a new story, The Magic Ring. It was a story of a little boy whose name was Ebin. He went to a seashore with his father and he sailed away in a small boat for fishing, and the little boy waiting his father in the seashore. The hours are passed so many time after so many times all the fishermen are came back, but his father didn't came. Okay, he waiting for his father. In this new chapter, a beautiful fish, this story tell about after some times his father came back with a huge fish, a huge beautiful fish. Okay, now we are moving to another chapter, a beautiful fish. Let's have a look on this chapter, a beautiful fish. Okay, a beautiful fish എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ എന്താ പറയുന്നത്? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു അവൻ്റെ അച്ഛൻ എബിൻ്റെ അച്ഛൻ എവിടെ പോയിരിക്കുകയാണ്? ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ബോട്ടിൽ കടലിലോട്ട് പോയിരിക്കുകയാണ് അല്ലേ? ഫിഷിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. എല്ലാവരും തിരിച്ചെത്തി, പക്ഷെ അവൻ്റെ അച്ഛൻ മാത്രം തിരിച്ചെത്തിയിട്ടില്ല. അവൻ അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ട് സീഷോറിൽ ഇരിക്കുകയായിരുന്നു. ഈ ബ്യൂട്ടിഫുൾ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലാണ് അച്ഛൻ തിരിച്ചു വരുന്നതും തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ കയ്യിലൊരു വലിയ ബ്യൂട്ടിഫുൾ ഫിഷ് ഉണ്ടായിരുന്നു. പിന്നീട് അച്ഛനും അവനും തമ്മിൽ നടത്തുന്ന ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എ ബ്യൂട്ടിഫുൾ ഫിഷ്, നല്ല ഭംഗിയുള്ള ഫിഷ്, മത്സ്യം അല്ലേ? ഫിഷ് മീൻസ് മത്സ്യം. ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ള, എ ബ്യൂട്ടിഫുൾ ഫിഷ്. എബിൻ ലുക്ക്ഡ് അറ്റ് ദ ബ്ലൂ സീ. എബിൻ ലുക്ക്ഡ് അറ്റ് ദി ബ്ലൂ സീ. അവൻ നീല കടലിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. എ സ്മോൾ ബോട്ട് കെയിം റൈഡിങ് ഓൺ എ ബിഗ് വേവ്. ബിഗ് വേവ് മീൻസ് വലിയ തിരമാല, വേവ് തിരമാല. എ സ്മോൾ ബോട്ട് കെയിം റൈഡിങ് ഓൺ എ ബിഗ് വേവ്. തിരമാലകൾക്ക് മുകളിലൂടെ ഒരു ചെറിയ ബോട്ട് റൈഡ് ചെയ്ത് വന്നു. ഇറ്റ്സ് മൈ ഫാദേഴ്സ് ബോട്ട്. എബിൻ ജംപ്ഡ് വിത്ത് ജോയ്. ഇതെൻ്റെ അച്ഛൻ്റെ ബോട്ടാണ്. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദ ബോട്ട് കെയിം അഷോർ. എബിൻ റാൻ ടുവേർഡ്സ് ദ ബോട്ട്. ദർ വാസ് എ ബിഗ് ഫിഷ് ഇൻ ദ ബോട്ട്. അത് അവൻ്റെ അച്ഛൻ്റെ ബോട്ടായിരുന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദ ബോട്ട് അഷോർ. ബോട്ട് തീരത്തേക്ക് വന്നു. എബിൻ റാൻ ടുവേർഡ്സ് ദ ബോട്ട്. അവൻ ഓടി ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. ദർ വാസ് എ ബിഗ് ഫിഷ് ഇൻ ദ ബോട്ട്. ബോട്ടിൽ എന്തുണ്ടായിരുന്നു? ഒരു ബിഗ് ഫിഷ് ഉണ്ടായിരുന്നു അല്ലേ? Then his father came with a huge beautiful fish. Look at the picture, you can see father with a huge fish, and Ebin looked curiously on the fish. What a huge fish, how beautiful. അവൻ എന്താ പറഞ്ഞത്? എന്തൊരു വലിയ മീനാണിത്, ഹൗ ബ്യൂട്ടിഫുൾ, എന്തൊരു ഭംഗിയാണല്ലേ? എബിൻ ട്രൈ ടു ലിഫ്റ്റ് ദ ഫിഷ് വിത്ത് ബോത്ത് ഹിസ് ഹാൻഡ്സ്. അവൻ അവൻ്റെ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് മത്സ്യം പിടിക്കാൻ നോക്കി. എബിൻ ട്രൈ ടു ലിഫ്റ്റ് ദ ഫിഷ് വിത്ത് ബോത്ത് ഹിസ് ഹാൻഡ്സ്. അവൻ്റെ രണ്ട് കൈയും കൊണ്ട് ആ മത്സ്യത്തെ എടുത്ത് ഉയർത്തി. വി വിൽ ടേക്ക് ദിസ് ഫിഷ് ടു ദി മാർക്കറ്റ്. വി വിൽ സെൽ ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ്. ഫാദർ സെഡ് വിത്ത് എ ബ്രോഡ് സ്മൈൽ. അച്ഛൻ എന്താ പറഞ്ഞത്? വി വിൽ ടേക്ക് ദിസ് ഫിഷ് ടു ദി മാർക്കറ്റ്. നമുക്കിതിനെ മാർക്കറ്റിലോട്ട് കൊണ്ടുപോകാം. വി വിൽ സെൽ ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ്. നമുക്കിതിനെ നല്ല വിലക്ക് വിൽക്കാം എന്നും പറഞ്ഞു. ഫാദർ സെഡ് വിത്ത് എ ബ്രോഡ് സ്മൈൽ. അദ്ദേഹം നല്ല സന്തോഷത്തോടു കൂടി, ഒരു ചിരിയോട് കൂടിയിട്ടാണ് പറഞ്ഞത് അല്ലേ? നമുക്കിതിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി നല്ല വിലക്ക് വിൽക്കാം എന്ന് പറഞ്ഞു. വെയിറ്റ് ഹിയർ, ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് എ ബാസ്ക്കറ്റ്. ഫാദർ സെഡ് ആൻഡ് വാക്ക്ഡ് അവേ. അച്ഛൻ എന്ത് പറഞ്ഞു? വെയിറ്റ് ഹിയർ, നീ ഇവിടെ വെയിറ്റ് ചെയ്യ്. ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് എ ബാസ്ക്കറ്റ്. ഞാൻ പോയി ഒരു കൊട്ട എടുത്തുകൊണ്ട് വരാം. ഫാദർ സെഡ്
ആൻഡ് വാക്ക്ഡ് അവേ. അച്ഛൻ അതും പറഞ്ഞുകൊണ്ട് നടന്നു പോയി. പിന്നീട് എന്താ സംഭവിച്ചത്? അതിന് മുൻപായിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വാട്ട് വാസ് എബിൻസ് ഫാദേഴ്സ് പ്ലാൻ? എബിൻ്റെ അച്ഛൻ്റെ പ്ലാൻ എന്തായിരുന്നു? വാട്ട് വാസ് എബിൻസ് ഫാദേഴ്സ് പ്ലാൻ എന്തായിരുന്നു? നമുക്കിതിനെ മാർക്കറ്റിൽ കൊണ്ടുപോയി നല്ല വിലക്ക് വിൽക്കാം എന്നല്ലേ. ഹി പ്ലാൻ ടു സെൽ ദ ഫിഷ് ഫോർ എ ഗുഡ് പ്രൈസ്. He planned to sell this for a good price. Next, why did father walk away leaving the fish with Ebin? Why did father walk away leaving the fish with Ebin? എബിൻ്റെ അടുത്ത് മത്സ്യത്തെ കൊടുത്തുകൊണ്ട്, മീനിനെ കൊടുത്തുകൊണ്ട് അദ്ദേഹം എങ്ങോട്ടാണ് പോയത്? ഫാദർ എങ്ങോട്ടാണ് പോയത്? The father walked away leaving the fish with Ebin because he want to get a basket. He want to get a basket. അദ്ദേഹത്തിന് ഒരു കൊട്ട എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ. സോ he leave the fish with Ebin. ക്ലിയർ ആയില്ലേ? Why did the father walk away leaving the fish with Ebin? He walked away leaving the fish with Ebin because he want to get a basket. അദ്ദേഹത്തിന് ഒരു ബാസ്ക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താ സംഭവിച്ചത്? അച്ഛൻ അവിടെ നിന്നും പോയി. എബിൻ്റെ അടുത്ത് ഫിഷിനെ കൊടുത്തുകൊണ്ട് അച്ഛൻ പോയി. പിന്നീട് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. റിലീഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താ പറയുന്നത്? എബിൻ ലുക്ക്ഡ് അറ്റ് ദി ഫിഷ്. He had never seen such a large fish alive. Ebin looked at the fish. അവൻ ഫിഷിനെ നോക്കി. He had never seen such a large fish alive. അവൻ അതുപോലെയുള്ള അത്രയും ലാർജ് ആയിട്ടുള്ള ഒരു ഫിഷിനെ ഇതുവരെയും ലൈവായിട്ട് കണ്ടിട്ടില്ല. അവൻ ആ ഫിഷിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഇറ്റ്സ് സിൽവർ ബെല്ലി ഗ്ലീംഡ് അറ്റ് ദി സൺ. അതിൻ്റെ സിൽവർ ബെല്ലി സൺലൈറ്റിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് നിന്നു. ഇറ്റ്സ് ഫിൻ ആൻഡ് ടെയിൽ വർ ബ്ലൂ. ഫിൻ എന്ന് പറഞ്ഞാൽ ചിറക്. മീനിൻ്റെ ചിറകും വാലും ഫിൻ ആൻഡ് ടെയിൽ വർ ബ്ലൂ, നീല കളറായിരുന്നു. ഇറ്റ് ഓപ്പൺ ഇറ്റ്സ് മൗത്ത് അറ്റ് റെഗുലർ ഇൻ്റർവെല്ലിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൗത്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. മീനിൻ്റെ മൗത്ത് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മൗത്ത് ഓപ്പൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഷ് അതിൻ്റെ മൗത്ത് ഓപ്പൺ ചെയ്യുന്നത്. ഇറ്റ് ട്വിസ്റ്റഡ് ആൻഡ് ടേൺഡ്. അതെന്ത് ചെയ്തു? പെടഞ്ഞുകൊണ്ട് നിന്നു. നമ്മൾ മീൻ പെടയാന്ന് പറയും അല്ലേ. അപ്പോൾ മീനിന് ശ്വാസം കിട്ടാതെ അതിങ്ങനെ വായ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പെടയുന്നുണ്ടായിരുന്നു. ഇറ്റ് ട്വിസ്റ്റഡ് ആൻഡ് ടേൺഡ്. എബിൻ ഹെൽഡ് ഇറ്റ് ടൈറ്റ്ലി. അപ്പോൾ അവൻ മീൻ പോവാതിരിക്കാൻ വേണ്ടി മുറുക്കെ പിടിച്ചു. ദ ഫിഷ് ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി അറ്റ് എബിൻ വിത്ത് ഇറ്റ്സ് പിങ്ക് ഐ. ആ ഫിഷിൻ്റെ ഐ എങ്ങനത്തെ കളറായിരുന്നു? പിങ്ക് കളറായിരുന്നു അല്ലേ. വിത്ത് ഇറ്റ്സ് പിങ്ക് ഐ ദ ഫിഷ് ലുക്ക്ഡ് അറ്റ് ദി എബിൻ അല്ലേ. ഹെൽപ്ലെസ്ലി ലുക്ക്ഡ് അറ്റ് എബിൻ. എബിനെ അത് നിസ്സഹായ അവസ്ഥയോടുകൂടി ഹെൽപ്ലെസ്ലി ലുക്ക്ഡ് അറ്റ് ദി എബിൻ. എബിനെ ഒന്ന് നോക്കി. ഇറ്റ് വാസ് ഗ്യാസ്പിംഗ് ഫോർ ബ്രീത്ത്. ഗ്യാസ്പിംഗ് ഫോർ ബ്രീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുക എന്നാണ്. അതിന് നന്നായി ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഹെൽപ്ലെസ്ലി എബിനെ ഒന്ന് നോക്കി. അപ്പോൾ എബിൻ എന്താണ് വിചാരിക്കുന്നത്? പുവർ ഫിഷ്, ഐ വിൽ ലെറ്റ് ഇറ്റ് ഗോ ബാക്ക് ടു ദ സീ. അപ്പോൾ എബിനും ആ മീനിനെ കണ്ടപ്പോൾ സങ്കടമായി. അവൻ എന്ത് വിചാരിച്ചു? പുവർ ഫിഷ്, ഐ വിൽ ലെറ്റ് ഇറ്റ് ഗോ ബാക്ക് ടു ദ സീ. ഞാൻ ഇതിനെ കടലിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്ന് അവൻ ഇങ്ങനെ ചിന്തിച്ചു. പുവർ ഫിഷ്, ഇറ്റ് വിൽ ഡൈ സൂൺ. അപ്പോൾ അവൻ എന്താ വിചാരിച്ചത്? ആ പാവം ഇതിപ്പോൾ മരിച്ചു പോവും. എബിൻ ഫെൽറ്റ് സാഡ്. അവനക്കും സങ്കടമായി അല്ലേ. എബിൻ ഫെൽറ്റ് സാഡ്. ഹി വാക്ക്ഡ് ടുവേർഡ്സ് ദ സീ. എ ഹ്യൂജ് വേവ് സ്വെപ്റ്റ് അഗെയിൻസ്റ്റ് എബിൻസ് ഫീറ്റ്. അപ്പോൾ എന്താണ്? അവനക്ക് ആകെ സങ്കടമായി. ഹി വാക്ക്ഡ് ടുവേർഡ്സ് ദ സീ. കടലിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. എ ഹ്യൂജ് വേവ് സ്വെപ്റ്റ് അഗെയിൻസ്റ്റ് എബിൻസ് ഫീറ്റ്. ഒരു വലിയ തിരമാല വന്ന് അവൻ്റെ കാലിലേക്ക് ആഞ്ഞടിച്ചു. Suddenly Ebin let the fish into the sea. The fish happily glided through the waves
ഇറ്റ് വെൻറ്റ് ഡൗൺ ഇൻ ടു ദ ഡീപ്പ് ബ്ലൂ സീ ആൻഡ് ഡിസപ്പിയേർഡ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ സങ്കടത്തോട് കൂടിയിട്ട് കടലിലേക്ക് തിരിച്ചു നടന്നു. ഒരു വലിയ തിരമാല വന്ന് അവൻ്റെ കാലിലേക്ക് ഇങ്ങനെ വെള്ളം ആഞ്ഞു വീശിയപ്പോൾ അവൻ പതുക്കെ ഈ മത്സ്യത്തെ വിട്ടുകൊടുത്തു അല്ലേ. സഡൻലി എബിൻ ലെറ്റ് ദ ഫിഷ് ഇൻ ടു ദ സീ. ദ ഫിഷ് ഹാപ്പിലി ഗ്ലൈഡഡ് ത്രൂ ദി വേവ്സ്. ഫിഷിന് ഹാപ്പി ആയി, അത് കടലിലേക്ക് ഗ്ലൈഡ് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്തിപ്പോയി. ഇറ്റ് വെൻ ഡൗൺ ഇൻ ടു ദ ഡീപ്പ് ബ്ലൂ സീ ആൻഡ് ഡിസപ്പിയേർഡ്. അങ്ങനെ ഈ ആഴക്കടലിലേക്ക് മീൻ എന്ത് ചെയ്തു? മുങ്ങിപ്പോയി. മീനിനെ പിന്നെ നമുക്ക് കാണാൻ സാധിച്ചില്ല അല്ലേ, അത് ഡിസപ്പിയർ ആയിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് എബിന് സങ്കടമായത്? ഈ മത്സ്യത്തിന് ശ്വാസം മുട്ടിയിട്ട് അല്ലേ, ഇറ്റ് വാസ് ഗാസ്പിംഗ് ഫോർ ബ്രീത്ത്. ശ്വാസം കിട്ടാതെ ഇങ്ങനെ പെടയുന്നത് കണ്ടപ്പോൾ അവനക്ക് ഹി ഫെൽ സാഡ്, അവന് സങ്കടമായി. അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ എന്ത് തീരുമാനിച്ചു? ഐ വിൽ ലെറ്റ് ഇറ്റ് ഗോ ബാക്ക് ടു ദ സീ. അവൻ അതിനെ തിരിച്ച് കടലിലേക്ക് തന്നെ വിടാമെന്ന് തീരുമാനിച്ചു. അവന് പതുക്കെ അവൻ അതിനെ വിട്ടുകൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? അച്ഛൻ വന്നപ്പോൾ അവനക്ക് നല്ല ചീത്ത കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കാം. Why did Ebin let the fish go? Why did Ebin let the fish go? Yes, it was gasping for breath. Ebin felt very sad, so Ebin let the fish into the sea. ഫിഷ് എന്താണ്? ഗാസ്പിംഗ് ഫോർ ബ്രീത്ത്, ശ്വാസത്തിന് വേണ്ടിയിട്ട് അവൻ അത് പെടയുന്നത് കണ്ടപ്പോൾ എബിൻ എന്തായി? സങ്കടമായി അല്ലേ. ഹി ഫെൽ സാഡ് ആൻഡ് let the fish into the sea. The fish was gasping for breath. The fish was gasping for breath and Ebin felt very sad and he let the fish into the sea. Next, how will father react? അച്ഛൻ എങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? The father was furious. Furious എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപാകുലനായ, ദേഷ്യപ്പെട്ടു അല്ലേ. The father was furious and he shouted on him and the father was shouted on him. Okay, ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റോറി. നെക്സ്റ്റ് അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, താങ്ക് യു.